മാഡത്തിന്റെ മണ്ഡലത്തിൽ, അതായത് രാമപുരത്ത് കോടികൾ മുതൽ മുടക്കി ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. തീർച്ചയായിട്ടും വ്യവസായം തുടങ്ങാൻ രാമപുരം തിരഞ്ഞെടുത്തതിന് വലിയ സന്തോഷവും നന്ദിയുണ്ട്. എന്ത് സഹായം ചെയ്യാനും MLA എന്ന നിലയിൽ ഞാൻ കൂടെ ഉണ്ടാവും. അറിയാലോ, വ്യവസായ സൗഹൃദ ഗവൺമെന്റ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഒരു മിനിറ്റ്, സാറിന് കുടിക്കാൻ ചായ, കോഫി? അയ്യോ, ഒന്നും വേണ്ട. മാഡത്തിന്റെ സംസാരം കേട്ടപ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. മാഡം, ഇതാണ് എന്റെ പ്രപ്പോസൽ. സ്ഥലമൊക്കെ പർച്ചേസ് ആയിട്ടുണ്ടോ? എവിടെയാ സ്ഥാപനം ആരംഭിക്കുന്നത്? എന്തു തരം വ്യവസായമാണ് സാർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്? രാമപുരത്ത് വിളപ്പിൻകോടാണ് എന്റെ സ്ഥാപനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗുഡ് ഗുഡ്. പിന്നെ സ്ഥലമൊക്കെ നേരത്തെ പർച്ചേസ് ചെയ്തു. സിദ്ധാർത്ഥ സാർ MLA ആയിരുന്നപ്പോഴാ പ്രപ്പോസൽ കൊടുത്തത്. സ്ഥാപനം ഏതായിരുന്നു? വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മാലിന്യ സംസ്കരണത്തിന് വേണ്ടി. സാറാണോ KK നായർ, KK ഗ്രൂപ്പിന്റെ MD? അതെ മാഡം. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടാവുന്ന ഒരു സംരംഭമാണ്. എല്ലാ വകുപ്പുകളിൽ നിന്നും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. പരിസ്ഥിതി ബന്ധമുള്ള സ്ഥാപനങ്ങൾക്ക് MLA ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഇവിടെ ഒരു നിയമം പാസാക്കിയല്ലോ, അതിൽ ഞാൻ പെട്ടു. എന്തായാലും മാഡം വേണ്ടത് ചെയ്ത് പ്ലാന്റ് എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്യാൻ സഹായിക്കണം. സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഞാൻ ഈ പ്രപ്പോസൽ പഠിച്ചു കഴിഞ്ഞു. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ പ്ലാന്റിന് അനുമതി നൽകിയ. അവിടെ എത്തുന്ന മാലിന്യങ്ങൾ വരുമ്പോ തന്നെ സംസ്കരിക്കാനുള്ള പ്രാപ്തിയില്ല ഈ പ്ലാന്റിന്. വേസ്റ്റ് കെട്ടിക്കിടക്കും, മലിനജലം ഒഴുകും, അസുഖം പടരും, വിളപ്പിൻകോടെന്ന പ്രദേശം തന്നെ ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ ഇത് പരിഗണിക്കാൻ പറ്റില്ല സാർ. പ്ലാന്റ് യാഥാർത്ഥ്യമാവുന്നതിന് മുമ്പ് തന്നെ ഓരോ നിഗമനങ്ങളിൽ അങ്ങ് എത്തുകയാണല്ലേ. ഞാൻ പറയുന്നത് വെറും നിഗമനം മാത്രമല്ല സാർ, യാഥാർത്ഥ്യം കൂടിയാ. സാർ, സാറിനെ പോലൊരു ബിസിനസ്സുകാരനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സാറ് വേറൊരു സ്ഥാപനത്തിന് വേണ്ടി പ്രപ്പോസൽ തരൂ. വിളപ്പിൻകോട് ഒരു നല്ല ആശുപത്രിയില്ല. ആശുപത്രി പൂർണ്ണമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിലും അങ്ങനെ ഒരു സ്ഥാപനം വരുമ്പോ ലാഭം ഉണ്ടാവുമല്ലോ. ഒരു ആശുപത്രിയെ കുറിച്ച് ചിന്തിക്കാം സാർ. അങ്ങനെയാണെങ്കിൽ എന്ത് സഹായത്തിന് ഞാൻ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ ഒരു പെട്രോൾ പമ്പിന് സാധ്യതയുണ്ട്. മാഡം, വ്യവസായത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കണ്ട. അല്ല, നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് എന്തും മുടക്കാനല്ലേ അറിയൂ. പ്ലീസ് സർ, അങ്ങനെ പറയരുത്. സാധാരണ ഒരു സ്ഥാപനം പോലെ കാണേണ്ടതല്ല സാർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പ്ലാന്റ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കും. അതുകൊണ്ട് അത് പരിഗണിക്കാൻ വയ്യ സർ. KK ഗ്രൂപ്പിന്റെ ഒരു സ്ഥാപനം രാമപുരത്ത് ആവശ്യമുണ്ട്. പക്ഷേ ഈ പ്ലാന്റിന് നിങ്ങൾക്ക് അനുമതി തരാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ഇതിന് കൺസെന്റ് തരാൻ ബുദ്ധിമുട്ടാണ് സർ. മതി, അതറിഞ്ഞാ മതി. അപ്പൊ ശരി, ഇറങ്ങട്ടെ. വിഷ് യു ഓൾ സക്സസ്.